അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. നമ്മൾ വായിച്ചും പഠിച്ചും ധ്യാനിച്ചും കൊണ്ടിരിക്കുന്നത് പോലെ എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് നമ്മളുടെ പഠനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 15 മുതലുള്ള വാക്യങ്ങൾ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന, എഫെസോസുകാർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയെ വിളിക്കുന്നത് തന്നെ പ്രെയർ ഓഫ് എൻലൈറ്റ്മെൻറ്റ്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതിൽ താൻ 4 പ്രത്യേക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ അവസാനത്തെ പ്രാർത്ഥന റിക്വസ്റ്റ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവർ ഹൃദയദൃഷ്ടി തുറക്കണമേ എന്നായിരുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആ ശക്തി ഇനി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തി അത് 4 വിധത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നാണ് 18, 19 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ദൈവശക്തി യേശുക്രിസ്തുവിൽ വ്യാപരിച്ചു. യേശുക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചത് ഈ 21, 22, 20, 21, 22 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അത് ഒന്ന്, അവൻ യേശുവിലും വ്യാപരിച്ചു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി. ഒന്ന്, ഗോഡ് റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു. 2, ഗോഡ് എക്സോൾട്ടഡ് ഹിം അറ്റ് ഹിസ് റൈറ്റ് ഹാൻഡ്. ദൈവം അവനെ തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി. ഇത് നമ്മൾ ചിന്തിക്കുന്നത് 3-ാമത്തെ കാര്യമാണ്. അത് 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കുകയും ചെയ്തു. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഫാർ എബവ് all principality and power and might and dominion and every name that is named, not only in this world but also in that which is to come. God gave him authority over all power. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ഒന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു. നമ്പർ 2, God exalted him at his right hand. And number 3, God gave him authority over all power. എല്ലാ ശക്തിക്കും കർത്തൃത്വത്തിനും അധികാരത്തിനും വാഴ്ചകൾക്കും മീതെ യേശുവിന് അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനിങ്ങിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ താൻ ശിഷ്യന്മാരോട് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവരെ കമ്മീഷൻ ചെയ്യുക, ഗോ വിത്ത് മൈ പവർ. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
Go with my presence. Go with my power. യേശു പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും കാലാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ എന്ന കർത്താവ് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ പിശാചിനെയും അവന്റെ സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. അവനെ ആയുധവർഗം വയ്പ്പിച്ചു, പരസ്യ കാഴ്ചയാക്കി എന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. സാത്താനെ തോൽപ്പിച്ചു, അവന്റെ സർവായുധം കവർന്നു, അവനെ ഒരു പരസ്യ കാഴ്ചയാക്കി. യേശുവിന്റെ ഉയർപ്പോടുകൂടെ, അല്ലെങ്കിൽ ഉയർപ്പിൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് യേശുവിനെ ആ മരണപാശങ്ങളെ അഴിച്ചിട്ട് പിതാവായ ദൈവം ഉയർപ്പിച്ചു. റോമാലേഖനം 8:11 പിന്നെയും നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ ഓർക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യം അത് വായിക്കുകയും ധ്യാനിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. യേശുവിനെ ഏത് ആത്മാവിനാലാണോ ദൈവം ഉയർപ്പിച്ചത്, അതേ ആത്മാവ് തന്നെ നമ്മുടെ ഈ മർത്യ ശരീരത്തിലും വാസം ചെയ്യുന്നു. ഒരാൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് കൊണ്ട് അവനെ മുദ്രയിടുകയാണ്. ഈ മുദ്ര നാം ദൈവത്തിന്റെ വകയാണെന്നും സൂചിപ്പിക്കുന്നു. എഫെസ്യർ വായിക്കുന്നത്, വീണ്ടെടുപ്പിൻ നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമ്മളിൽ പകർന്നു തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ മർത്യ ശരീരത്തെയും അവൻ ജീവിപ്പിക്കുന്നു. യേശുവിൽ ഈ ശക്തി വ്യാപരിച്ചപ്പം യേശുവിന് ദൈവം സകലത്തിന്റെ മീതെ, ഇവിടെ 4 പ്രത്യേക പൈശാചിക ശക്തികളുടെ വിന്യാസം നമുക്ക് കാണാം. അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കും. ഞാനെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു വിടാം. ഫ്രം അബവ് ഓൾ പ്രിൻസിപ്പാലിറ്റീസ്, പവർ, മൈറ്റ് ആൻഡ് ഡൊമീനിയൻ. സാത്താന്യ ശൃംഖല ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനമാണത്. അതുകൊണ്ടാണ് നമ്മളിതിനെ സാത്താന്യ ലോകം എന്ന് വിളിക്കുന്നത്. അല്ലാതെ സാത്താൻ ഇവിടെ വേറൊരു ലോകം സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ കായിക ലോകം എന്ന് പറയുകയല്ലേ, അങ്ങനെ ഒരു ലോകമുണ്ടോ? ദാറ്റ്സ് എ സിസ്റ്റം. അതൊരു സംവിധാനമാണ്. ക്രമീകൃതമായ ഭരണ സംവിധാനമുള്ള ഒരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സിസ്റ്റമാണ്. ഇപ്പൊ സാമ്പത്തിക ലോകം, അങ്ങനെ ഒരു ലോകമുണ്ടോ? ഇതെല്ലാം ഒരേ ക്രമീകൃതമായ സംവിധാനമാണ്. സാത്താന്യ ലോകത്തിലും അത് പ്രവർത്തിക്കുന്ന 4 വിവിധ തട്ടുകളാണ്. ഒന്ന്, പ്രിൻസിപ്പാലിറ്റീസ്, അതോറിറ്റി, മൈറ്റ് ആൻഡ് ഡൊമീനിയൻ. ഇതിന്റെ മീതെ യേശുവിനെ ഇരുത്തിയിരിക്കുന്ന സ്ഥലം പിതാവിന്റെ അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഫാദർ ഗോഡ്. അവിടെ യേശുവിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് മാത്രമല്ല, God gave him authority over all power. ഞാൻ എഫെസ്യ ലേഖനത്തിൽ തന്നെ വേറൊരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തി, കർത്തൃത്വം, ഇവയ്ക്കെല്ലാം മീതെ യേശുവിനെ ഇരുത്തിയിരിക്കുന്നു. എഫെസ്യർ 6:12 നമ്മൾ വായിക്കുന്നത്,
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇതാ നമ്മൾ മുമ്പേ വായിച്ച പ്രിൻസിപ്പാലിറ്റീസ്, പവർ, മൈറ്റ് ആൻഡ് ഡൊമീനിയൻ. ഇതിനോട് നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷേ ഈ പോരാട്ടം ഉണ്ടെന്നുള്ളവർ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിനെ ഇതിൻ്റെ എല്ലാം മീതെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു. എഫേസ്യർ 1 അധ്യായത്തിന്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പം സകലവും അവന്റെ കാൽ കീഴാക്കി കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സകലവും അവന്റെ കാൽ കീഴാക്കി കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ ഞാൻ സന്തോഷകരമായ മറ്റൊരു വാക്യം അതിന്റെ 1 അധ്യായത്തിന്റെ 23 വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവം യേശുവിനെ എല്ലാറ്റിനും മീതെ കൊണ്ടിരുത്തി, എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കി. എന്നാൽ യേശു കർത്താവ് ഈ അധികാരം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭ എന്ന് പറയുന്ന ആരാ? നമ്മളല്ലേ. അപ്പം യേശു ക്രിസ്തുവിന് ഉള്ള അധികാരം ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാ ഈ ഭൂമിയിലെ വിശുദ്ധന്മാർ. നമ്മൾ പറയുമ്പം ഭൂതം പുറത്താകുന്നത് അതുകൊണ്ടാണ്, രോഗികൾ സൗഖ്യമാകുന്നത് അതുകൊണ്ടാണ്, അത്ഭുതങ്ങൾ നടക്കുന്നതോ അടയാളങ്ങൾ നടക്കുന്നതോ ഒക്കെ അതിന്റെ കാരണം യേശു സ്വർഗത്തിലാണ്, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ അവസാന വാക്യം. മർക്കോസ് 16 അധ്യായത്തിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ, ശിഷ്യന്മാർ, പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. കുറച്ചുകൂടെ വ്യക്തമായത്, യേശു സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാ വായിക്കുന്നത്? സോ ദെൻ ആഫ്റ്റർ ദ ലോർഡ് ഹാഡ് സ്പോക്കൺ അൺടു ദം ഹി വാസ് റിസീവ്ഡ് അപ്പ് ഇൻടു ദ ഹെവൻ. സ്വർഗത്തിലേക്ക് അവൻ സ്വീകരിക്കപ്പെട്ടു. പിതാവ് അവനെ തൻ്റെ വലത്തുഭാഗത്തിരുത്തി. നമ്മൾ മുമ്പേ വായിച്ചതുപോലെ എല്ലാ പ്രിൻസിപ്പാലിറ്റീസ്, പവർ, മൈറ്റ്, ഡൊമീനിയൻ ഇവയ്ക്കെല്ലാം മീതെ അധികാരം കൊടുത്തു. ശിഷ്യന്മാര് എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പോകുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ ഒരു ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. ഈ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമായി തീരുകയാണ്. യേശു സ്വർഗത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും 20 വാക്യം ശ്രദ്ധിച്ചാൽ കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു. യേശു എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും മീതെ അത്യന്തം മീതെ ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ആ അധികാരം അവൻ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണല്ലോ. യേശുവിനെ കർത്താവിൻ രക്ഷകനുമായി സ്വീകരിച്ച് അവനെ അനുഗമിച്ചവരുടെ കൂട്ടം, അല്ലെങ്കിൽ അനുഗമിക്കുന്നവരുടെ കൂട്ടം. ഞാൻ ഏതെങ്കിലും ഒരു സഭ ഡിനോമിനേഷന്റെ കാര്യമല്ല പറയുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം, ഈ മാർഗക്കാർ, വിശ്വാസികൾ
എന്നൊക്കെയാ അക്കാലത്ത് ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിരുന്നത്. അപ്പം അവര് പോയി പ്രസംഗിച്ചു. പോയി പ്രസംഗിച്ചപ്പം കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരാൽ നടന്ന അത്ഭുതങ്ങളാൽ അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു പോകും. അവര് മരിച്ചവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ മരിച്ചവർ എഴുന്നേൽക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. പത്രോസ് തബീത എന്ന് പറയുന്ന ആ കുട്ടിയെ ഉയർപ്പിക്കുന്നതും. അപ്പം അത്ഭുതങ്ങൾ ഈ ദൈവരാജ്യത്തിൻ്റെ സാധാരണ കാര്യമാണ്. കാരണം വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ശക്തികൾ ഇവയ്ക്കെല്ലാം മീതെ യേശുവിനെ ഇരുത്തിയിരിക്കുക. യേശുവിനെ അവിടെ ഇരുത്തിയിട്ട് ആ അധികാരം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക്, അഥവാ നമുക്ക്, സത്യത്തിൽ ഈ ഭൂമിയിൽ ദൈവിക അധികാരം നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെയാണ്. അധികാരം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ. പക്ഷെ നമ്മൾ പലപ്പോഴും പല ശക്തികൾക്കും കീഴ്പ്പെട്ടും ഭയന്നും ഇതിൻ്റെയൊക്കെ പേര് പറയുമ്പോഴേ നമ്മളങ്ങ് വിറച്ചു പോവുകയാണ്. ആഭിചാരവും മന്ത്രവാദവും ഇതൊക്കെ പറയുമ്പോഴേ നമുക്കങ്ങ് പേടിയാ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമിലെ ദൈവമക്കളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണ്. എൻ്റെ 38-ാം വാക്യം, For I am persuaded that neither death nor life nor angels nor principalities nor power nor things present nor things to come, അധികാരം, വാഴ്ച, കർത്തൃത്വം, ശക്തി, ഇവയ്ക്കൊന്നിനും ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരികമായ അർത്ഥം, ഇവയ്ക്കൊന്നും എൻ്റെ മേൽ യാതൊരു അധികാരമോ കർത്തൃത്വമോ ഇല്ല. വിശേഷിച്ച് അതിൻ്റെ 37-ാമത്തെ വാക്യം പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതിൻ്റെ മറ്റൊരു പരിഭാഷ, വി ആർ മോർ ദാൻ കോൺക്രേഴ്സ് ത്രൂ ഹിം ഹു ലവ്ഡ് us. നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. നമ്മൾ ജയം പ്രാപിക്കുന്നു എന്നുള്ളതിനെ കഴിഞ്ഞും എത്രയോ പവർഫുൾ ആണ്. വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. ലോകചരിത്രത്തിൽ കോൺക്രേഴ്സ് എന്നറിയപ്പെടുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. നെപ്പോളിയൻ ബോണപ്പാർട്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ചാർലിമെയിൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ കുറച്ച് പേരെ ഉള്ളു കോൺക്രേഴ്സ് എന്നറിയപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമാസഭയിലെ ദൈവമക്കളോട് പറയുക, വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. കാരണം വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ശക്തികൾ, ദൃശ്യമോ അദൃശ്യവുമായ ഈ സാത്താന്യ ശക്തിയുടെ ശൃംഖലയ്ക്ക് മീതെ നമ്മൾ ജയാളികളാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിത ശൈലി അല്ല. സങ്കടകരമായ ഒരു കാര്യം, നാം മിക്കവാറും സന്ദർഭങ്ങളിൽ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. അത് രോഗമാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും പൈശാചിക പോരാട്ടങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം മുമ്പിൽ നമ്മൾ തോറ്റ് ഭയപ്പെട്ട് നിൽക്കുക. ചിലരതുകൊണ്ട് ഇതിനെ നേരിടാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ലെന്നങ്ങ് പറഞ്ഞു കളയും. ഇതില്ലെന്ന് പറയുന്നതല്ല സത്യം. വി ആർ മോർ ദാൻ കോൺക്രേഴ്സ് എന്ന് പറയുന്നതാണ് സത്യം. നമുക്ക് രോഗം വരത്തില്ല, നമുക്ക് പ്രയാസം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് വിശ്വാസമാണ്. പക്ഷേ സത്യം എന്ന് പറയുന്നത് വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. ഇതെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയും അവർക്കെതിരെ നിൽക്കുകയും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല,
വി ആർ മോർ ദാൻ കോൺക്രേഴ്സ് ത്രൂ ഹും ഹു ലവ്ഡ് അസ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഏതൊക്കെയാണെന്ന് അതിന്റെ പുറകിലത്തെ വാക്യം പറയുന്നു, 35 തൊട്ട്. അതിങ്ങനെയാ വായിക്കുന്നത്: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 37 വാക്യം: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത്രയും നെഗറ്റീവ് ഫോഴ്സസ് ഒരു വിശ്വാസിക്കെതിരെ നിൽക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭക്കാരോട് പറയുക, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. റോമ പട്ടണത്തിൽ പാർക്കുന്ന വിശ്വാസികൾ, അവർ ജീവനെ കുറിച്ച് അവർക്ക് നല്ല ഉറപ്പില്ലായിരുന്നു. കാരണം റോമൻ തേരോട്ടം ഇവിടെ നടക്കുന്നുണ്ട്. സീസർ ഈസ് ദ ലോർഡ് എന്ന് പറയേണ്ട ഒരു ചരിത്ര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ കാണുമ്പോൾ യഹൂദന്മാരുടെ ഒരു മര്യാദ പ്രകാരം വേണമെങ്കിൽ അവർ ഷാലോം പറയും. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർ തമ്മിൽ കാണുമ്പോൾ സീസർ ഈസ് ദ ലോർഡ് എന്ന് പറയണമായിരുന്നു. അതുകൊണ്ട് ആ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞ ഒരു പക്ഷെങ്കിൽ അടുത്ത ദിവസം അവർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ആ മരണമോ ജീവനോ വാഴ്ചകളോ അധികാരങ്ങളോ ഇപ്പോൾ ഉള്ളതിനോ യാതൊരു ശക്തിക്കും ക്രിസ്തുവേശുവിനുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് അദ്ദേഹം ചേർത്ത് പറയുക, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ അവരുടെ വിശ്വാസം അത്രേ. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ താൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, the one who is in the world, the one who is in you is greater than the one who is in the world. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനെ കഴിഞ്ഞും വലിയവനാകുന്നു. ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് എല്ലാ അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും വാഴ്ചകൾക്കും മീതെ അധികാരം കൊടുത്തു. ആ അധികാരം അവൻ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുക. നമ്മളാണ് ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യത്തിൽ പറയുന്നത്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമങ്ങൾക്കും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിന്റെ നാമത്തിൽ മടങ്ങും. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ മാറാത്തതായ രോഗമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ മാറാത്തതായ വ്യാധികളില്ല. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയുമില്ല. നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന ആ ദൈവശക്തിയെ മനസ്സിലാക്കുവാൻ, കൊലോസ്യ സഭക്കാർക്ക് ലേഖനം എഴുതുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ആ മർമ്മം ഇങ്ങനെയാ: ജീസസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുക. തത്വത്തിൽ അവൻ സ്വർഗത്തിൽ പിതാവിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ തന്നെ അവൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുക. അങ്ങനെയാണല്ലോ അവൻ സർവ്വവ്യാപിയാകുന്നത്. ഒരിടത്ത് മാത്രം അവൻ ഒതുങ്ങുന്നവനല്ല. നമ്മളിൽ വസിക്കുന്ന താൻ നമ്മളിൽ വാസം ചെയ്യുന്നത് കൊണ്ട് സാത്താൻ നോക്കുമ്പം, അല്ലെങ്കിൽ സാത്താന്റെ ശക്തികൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മളെ ആയിരിക്കുകയില്ല, നമ്മളിൽ വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെയാണ്. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അവൻ്റെ മുട്ടുമടങ്ങും. അത് സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള എല്ലാ ശക്തികളും അവൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങും. അതുകൊണ്ട് ഒരു ദൈവവേദൽ ഭയത്തോടെയോ ഭീതിയോടെയോ ആകുലതയോടെയല്ല ജീവിക്കേണ്ടത്. വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. ഇന്ന് പകൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്യാം. ഞാൻ അങ്ങനെയാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. റോമർ 8:37, വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്.
ത്രൂ ഹും ഹു ലവ്ഡ് us. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ മരണത്തെ ജയിച്ച് സ്വർഗത്തിൽ രാജാവായി സകലത്തിൻ്റെ മീതെ അധിപതിയായി വാഴുന്നു. ആ അധികാരം നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ അധികാരം നമുക്ക് വിനിയോഗിക്കാം ശക്തിയോടെ. ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലമുണ്ടോ അത്രയും കാലം ഭയപ്പെട്ടോ നിരാശപ്പെട്ടോ അല്ല, ഭീതിയോടുകൂടിയല്ല, ഒരു ദുഷ്ടനും നമ്മോട് അടുക്കുവാൻ കഴിയത്തില്ല. ഒരു തിന്മയ്ക്കും രോഗത്തിനോ ശാപങ്ങൾക്കോ നമ്മെ തൊടുവാൻ കഴിയയില്ല. കാരണം വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.